പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പിള്ളേര് ഉച്ചയ്ക്കത്തെ ഊണ് കഴിഞ്ഞ പിന്നെ തൊഴിലില്ല. 4 മണിക്ക് വന്നാത്തവർക്ക് സ്കൂൾ അടച്ചിരിക്കുകയല്ലേ. ഇന്നെന്താ കാപ്പിക്ക് കടി, ഇന്നെന്താ കാപ്പിക്ക് കടിയെന്ന്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ എന്നാ പിന്നെ ഇച്ചിരി ഇത് ബജ്ജി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഇത് പൊന്തങ്കായ കൊണ്ടാട്ടോ നമ്മൾ ബജ്ജി ഉണ്ടാക്കണേ. അപ്പൊ ഈ ബജ്ജി ഉണ്ടാക്കണ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഈ കായ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞിട്ട് ചെറുതായിട്ട് തീരെ കനം കുറവാണ്, എന്നാലേ ബജ്ജി ഇതിന്റെ ഈ മുകളിലത്തെ ഇതങ്ങോട്ട് ഇങ്ങനെ ചീകി കളയാം. അധികം ഒന്നും കളയണ്ട. ഒരു ചെറുതായിട്ടൊന്ന് മുകളിലത്തെ വെറുതെ ഒന്ന് ചീകി കളഞ്ഞാൽ മതി കേട്ടോ, മൊത്തം കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ കീറണം. ഇത് കണ്ട, തീരെ കനം കുറഞ്ഞിട്ടാട്ടാ കീറേണ്ടത്. ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ കീറണം. ഇതിലേക്ക് നമ്മള് കടലമാവ്, കായം, മുളക് പൊടി, ഉപ്പ്, ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മറ്റേ ബജിക്കുള്ള കായ അരിഞ്ഞു വെച്ചേക്കണം. നല്ല കനം കുറവ് വേണം കേട്ടോ. നല്ല കനം കുറവിൽ നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചു. അതുപോലെ കടലമാവ് എല്ലാം കൂടെ ഇങ്ങനെ കടലമാവും കായം, ഉപ്പ്, മുളക് പൊടി എല്ലാം കൂടെ ഇത് കുഴച്ചും വെച്ചു. ഇനി നമുക്കിതിനെ അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി. അപ്പൊ ഇനി നമുക്ക് മുളക് കായ എടുത്ത് മുളക് ഇതിൽ മുക്കിയിട്ട് അങ്ങോട്ട് ഇട്ടേക്കാം അല്ലേ. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് ബജി ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരി എടുത്താലോ? മുളക് ബജി അല്ല, കായ ബജി. അതൊന്നും കുഴപ്പമില്ല. ഉപ്പും മുളകും കഴിക്കണ നാവല്ലേ തപ്പം വരെ ഉണ്ടാവും അല്ലേ. അത് കാരണത്തില്ല. മുളക് ബജി അല്ല, കായ ബജിയും ഫിനിഷിങ് ആയി. ഇനി നമ്മള് എല്ലാരും വായോ, നമുക്ക് ഭക്ഷിക്കണ്ടേ. അപ്പൊ അതിന്റെ മാവ് മിച്ചം വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, 2-3 മുട്ട എടുത്തിട്ട്, പെട്ടെന്ന് പിള്ളേർക്ക് ഇഷ്ടല്ലേ, അപ്പൊ മുട്ടയും കൂടെ 3 മുട്ട ബാക്കി മിച്ചം വന്ന മാവില് അത്ര ഞങ്ങൾ ഒത്തിട്ടില്ല, എന്നാലും ഏകദേശം ഒത്തു. പിന്നെ നെയ്യപ്പം തന്നാ 2-3 മിച്ചം വന്നുകൊണ്ട് മുട്ട ബജി ഉണ്ടാക്കി. എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. 4 മണി ഈസിയാണ്. നമ്മള് പഠിച്ചു നിന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് ആണ്. ബൈ.